നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. വർദ്ധിച്ചു വരുന്ന വേനൽ ചൂടിൽ നമ്മുടെ ശരീരത്തെ എങ്ങനെ ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നിലനിർത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് വേനൽക്കാലത്ത്, അതും ആയുർവേദത്തിലൂടെ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ ശരീരത്തെ കുളിർമയോടുകൂടി നിലനിർത്താൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ത്രിദോഷങ്ങളായ വാതപിത്ത കഫം, ഇതിൽ പിത്തദോഷം വർദ്ധിക്കുന്ന കാലമാണ് വേനൽക്കാലം. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുക എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കഠിനമായ വേനൽ ചൂടിൽ നിന്നും അതുപോലെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചൂടിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഹാര രീതിയാണ്. ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഷഡ്രസങ്ങളിൽ എരിവ്, പുളി, ഉപ്പ് ഈ 3 രസങ്ങൾ അധികമായിട്ട് ഉപയോഗിച്ചാൽ പിത്തദോഷം വർദ്ധിക്കാൻ ഇടയാകും എന്നാണ്. അതിനാൽ ഈ ചൂടുകാലത്ത് അധികം എരിവുള്ളതും പുളിയുള്ളതും ഉപ്പുള്ളതുമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളും ഈ സമയത്ത് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. ജലാംശം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ ഇലക്കറികളും ഒക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യസമയത്ത് ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്നാൽ അതിനനുസരിച്ചിട്ടുള്ള വളരെയേറെ ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളും അസിഡിറ്റിയും എല്ലാം, നെഞ്ചിരിച്ചിൽ, പുളിച്ചു തകട്ടൽ ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഈ ചൂടുകാലത്ത് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം പിത്തം കൂടിയിരിക്കുന്ന പിത്തദോഷത്തിന്റെ ആധിക്യം കൂടുതലുള്ളതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഈ തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്കുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ദാഹിച്ചില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചൂടുകാലത്ത്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ചൂട്, അതായത് ഉൾപുകച്ചിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. അമിതമായിട്ട് വിയർത്ത് പോകും എന്നുള്ളതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ലവണങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അസ്വസ്ഥതകൾ, അതായത് ക്ഷീണം, തലചുറ്റൽ ഇവയൊക്കെ അനുഭവപ്പെടാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപ്പിട്ട നാരങ്ങ വെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം, അതുപോലെ മോര്, കരിക്കിൻ വെള്ളം, പഴച്ചാറുകൾ ഇവയെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കാം. ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാപ്പി, ചായ, അതുപോലെ മദ്യപാനം ഉള്ളവരാണെങ്കിൽ അതിൻ്റെ അളവൊക്കെ വളരെ കുറച്ച്. കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ചൂട് കൂട്ടാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം അമിതമായിട്ട് ചായയും കാപ്പിയും ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഉപയോഗം ഒന്ന് നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ വേനൽക്കാലത്ത് ജലജന്യമായ രോഗങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അതായത് ശുദ്ധജലം കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ കൂടെ പലതരത്തിലുള്ള അസുഖങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാണ് എന്ന് ഉറപ്പുവരുത്തുക. നന്നായിട്ട് തിളപ്പിച്ചാറിയതിനു ശേഷം മാത്രമേ കുടിക്കാവൂ. അതുപോലെ തന്നെ ചൂടുള്ളത് കൊണ്ട് നേരെ ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തു കുടിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇത് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാക്കും. അപ്പോൾ ഏറ്റവും നല്ലത് മൺകൂജയിലൊക്കെ വെച്ചിട്ടുള്ള തണുപ്പിച്ച വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാൻ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം കുളിക്കുക എന്നുള്ളതാണ്. ദിവസവും 2 നേരം നിർബന്ധമായിട്ടും കുളിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ പലതരത്തിലുള്ള ചർമ്മ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വേനൽക്കാലത്ത് വരുന്ന ചർമ്മ രോഗങ്ങളായിട്ട് ചൂടുകുരു, അതുപോലെ അമിതമായിട്ട് വിയർപ്പ് തങ്ങി നിൽക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന ഫംഗസ് ബാധ, ഇവയിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ദിവസവും 2 നേരം കുളിക്കണം. അതുപോലെ എണ്ണ തേച്ചുള്ള കുളിയും വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ശീതവീര്യമുള്ള, നല്ല തണുപ്പ് ലഭിക്കുന്ന രീതിയിലുള്ള ചന്ദനാദി തൈലം, നാൽപ്പാമ്രാദി തൈലം, അതുപോലെ ഏലാദി വെളിച്ചെണ്ണ, ഏതെങ്കിലും അല്ലെങ്കിൽ വെറും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും ഒന്ന് എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നമ്മുടെ ശരീരം തണുക്കാനും ഒക്കെ വളരെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്.
അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളം ആറിക്കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല ചർമ്മ രോഗങ്ങൾ ഒഴിവാക്കാനും നമ്മുടെ ശരീരം തണുപ്പിച്ച് നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ പേസ്റ്റ്, അതായത് ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും അരച്ച ആ പേസ്റ്റ് ശരീരത്തിൽ പുരട്ടി ഒരു 10-20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുന്നതും അല്ലെങ്കിൽ കുളിക്കുന്നതും നമ്മുടെ ശരീരം പലതരത്തിലുള്ള ചർമ്മരോഗങ്ങളിൽ നിന്നും അതുപോലെ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സും ശാന്തമായിട്ടിരിക്കണം അല്ലേ. ശരീരം മാത്രം കുളിർന്നിരുന്നാൽ അല്ലേ ചൂട് കുറഞ്ഞാൽ പോരാ, ദേഷ്യം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ചൂടുകാലത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അമിതമായിട്ട് ദേഷ്യപ്പെടുന്നവർ അല്ലേ, ചൂട് കാരണമായിരിക്കും ചിലർക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോൾ പിത്തം കൂടിയിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി കിട്ടുന്നത് തന്നെയാണ് ദേഷ്യം. അപ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ദേഷ്യം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, മനസ്സ് ശാന്തമാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ, അമിതമായ ടെൻഷനും മാനസിക സമ്മർദ്ദവും പിരിമുറുക്കൊക്കെ വരുമ്പോഴാണല്ലോ ദേഷ്യപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഇത് കുറയ്ക്കാനായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, എക്സസൈസുകൾ, യോഗിക് എക്സസൈസുകളൊക്കെ ചെയ്യാം. വേനൽക്കാലത്ത് അമിതമായിട്ട് വ്യായാമം ചെയ്യരുത് എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകളൊക്കെ. അപ്പോൾ യോഗ, അതായത് പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യാം. ശീതളി, ശീത്കാരി എന്നീ പ്രാണായാമങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നല്ല തണുപ്പിക്കുന്ന രീതിയിലുള്ള കൂളിംഗ് ബ്രീത്തിങ് എക്സസൈസുകളാണ്. ഇവ ശീലിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഈ വേനൽക്കാലം അധികം ചുട്ടുപൊള്ളാതെ കുളിർമയോടുകൂടിയിരിക്കാൻ നമ്മളെ സഹായിക്കും. നന്ദി, നമസ്കാരം.